ആ ആ പ്രശ്നത്തെ പറ്റി ആലോചിച്ചോണ്ടിരിക്കും. എന്തായാലും ആയിക്കോട്ടെ, ഇതിലും വലിയ പ്രശ്നം വേറെ ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് വേറൊന്നും ചെയ്യണ്ട, ആ പ്രശ്നത്തെ പറ്റി ആലോചിച്ചോണ്ടിരിക്കും. അത് സോൾവ് ചെയ്യാനൊന്നും നോക്കല്ല, ഒന്നും ചെയ്യല്ല, വെറുതെ ആലോചിച്ചോണ്ടിരിക്കും. ഏറ്റവും നല്ലത് നമുക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ബാക്കിയുള്ളവരെന്നാ ചിന്തിക്കുന്നത്, അവരെന്നാ വിചാരിക്കും, അവരെന്ത് പറയും, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവരൊന്നും ഇത് മറന്നു പോകത്തില്ല. അവര് ഫുൾ ടൈം നിന്നെ പറ്റിയല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫൊന്നും ഇല്ലല്ലോ. ആർക്കും വേറൊരു പണിയില്ല, അവർക്കൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. നിന്റെ മണ്ടത്തരവും പൊട്ടത്തരവും മാത്രമല്ല ആലോചിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമുള്ളൂ. അവർക്ക് അവരുടെ ജോലിയോ പഠിത്തമോ ഫാമിലിയോ ഒന്നും അല്ലല്ലോ ഇമ്പോർട്ടൻ്റ്. എല്ലാവർക്കും നിന്റെ കാര്യമല്ലേ ശ്രദ്ധിക്കേണ്ട. പിന്നെ ആരും ഇതൊന്നും മറന്നു പോകത്തില്ല. കാരണം മനുഷ്യര് ഒരിക്കലും ഒരു കാര്യവും മറക്കത്തില്ലല്ലോ. നീ ചെയ്തതൊക്കെ എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കും. നീ ചത്തുപോയാലും എല്ലാവരും നിന്റെ ഈ പൊട്ടത്തരം, ഈ മണ്ടത്തരങ്ങൾ ആയിരിക്കും പറയുന്നത്. പിന്നെ വേറൊന്നും ചെയ്യല്ല, പുറത്തോട്ടൊന്നും പോകല്ല കറങ്ങാനൊന്നും. പിന്നെ ദൈവത്തെ ഓർത്ത് എക്സസൈസ് ഒന്നും ചെയ്തേക്കില്ല. ഏതെങ്കിലും പൊട്ടന്മാരും അഡ്വൈസും എല്ലാം അങ്ങനെ തരുന്നുണ്ടെങ്കിൽ, ജിമ്മിൽ പോടാന്ന് എല്ലാം പറയുന്നുണ്ടെങ്കിൽ അമ്മമാരൊക്കെ ചവിട്ടി ഓടിച്ചോണം. അതുകൊണ്ട് നടക്കാനോ ഓടാനോ ഒന്നും പോകല്ല, അവിടെ തന്നെ ഇരിക്കുക, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. മേ ബി വേണമെങ്കിൽ ചുമ്മാ വെള്ളം അടിക്കാനൊക്കെ പോക്കോ, ചെറുതായിട്ട് ടെമ്പററി ആയിട്ട് കുറച്ച് സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടും. പക്ഷെ കൂട്ടുകാരുടെ കൂടെ ഒന്നും പോകല്ല, ഒറ്റയ്ക്കിരുന്ന് വെള്ളം അടിക്കണം. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഇതൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുക, നാട്ടുകാരെ മൊത്തം കുറ്റം പറയുക. നമ്മുടെ പ്രശ്നം ഉണ്ടായതെല്ലാം ഈ പേരൻസും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ കാരണമല്ലേ. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെ ആയതുകൊണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഫക്കിങ് ഹ്യൂമാനിറ്റി, എന്തേലുമൊക്കെ പറയാം. ഒരു പ്രശ്നവും നമ്മുടെ പ്രശ്നമല്ല. ഒന്നും പൊട്ടേ നോക്കല്ല, അതെല്ലാം തലയിൽ വെച്ചോണ്ടിരിക്കുക. പിന്നെ അതിനെപ്പറ്റി തന്നെ ആലോചിച്ചോണ്ടിരിക്കുക. പിന്നെ ആ സെയിം കാര്യങ്ങളെപ്പറ്റി പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മളോട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കാണുന്ന എല്ലാവരുടെ അടുത്തും ഈ പ്രശ്നത്തെ പറ്റി മാത്രം സംസാരിക്കുക. അങ്ങനല്ല എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കുന്ന. നമ്മൾ വെറുതെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരുന്നാൽ മതി. പിന്നെ ഒരു റിസ്ക്കും എടുക്കല്ല. കാരണം നീ എന്തേലും റിസ്ക് എടുത്ത് പൊട്ടി പാളീസായി കഴിഞ്ഞാൽ മോനെ നിന്റെ കാര്യം ഒന്നുകൂടെ പോക്ക. നീ പിന്നെയും ദുരന്തം ആവും. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നാണക്കേടുണ്ടാക്കി വെക്കാൻ ഒന്നും ചെയ്യല്ലേ, അതാ ഏറ്റവും നല്ലത്. ജസ്റ്റ് ഇതിനെപ്പറ്റി ആലോചിച്ചോണ്ടിരിക്കുക, ഒരു ജോലിയും ചെയ്യല്ല, ഒരു ജോലിയും ചെയ്യാൻ നോക്കല്ലേ, വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നാൽ പോരാ, കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരുടെയും അഡ്വൈസ് ഒന്നും കേൾക്കല്ലേ, ഒരു ബുക്കും വായിക്കല്ലേ, എല്ലാവരെയും തിരിച്ചു തെറി വിളിച്ചോണ്ടിരിക്കുക. പിന്നെ ആരുടെയും ഹെൽപ്പൊന്നും ചോദിക്കല്ലേ, നാണക്കേട്. വെറുതെ പ്രശ്നത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി, ഒന്നും സോൾവ് ചെയ്യാൻ നോക്കരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കുളിക്കുകയൊന്നും ചെയ്യല്ല, ഏറ്റവും അളങ്ങിയ രൂപത്തിൽ നടക്കുക, മുടി വെട്ടല്ല, കുളിക്കല്ല, സോപ്പ് കഴുകാതെ. പിന്നെ ഉറങ്ങാതിരിക്കുക മാക്സിമം. പിന്നെ ഏറ്റവും വലിയ ദുരന്തത്തെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ചാകുന്ന കാര്യവും. സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുകയാണെങ്കിൽ വാറിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യുക. വയലൻസ് ഭയങ്കര നല്ലതാ. നല്ല കാര്യങ്ങളൊന്നും കേൾക്കല്ല, എല്ലാം ഡാർക്കായിരിക്കണം. പിന്നെ ഒരിക്കലും പഴയ കാര്യങ്ങളൊന്നും മറക്കരുത്, അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അത് എല്ലാവരും, കാരണം ഇതൊന്നും ആരും മറക്കത്തില്ലടാ. എല്ലാവരും പഴയ മറ്റേ 1ാം ക്ലാസ്സിൽ നീ നിക്കറ മുള്ളിയ കാര്യം വരെ ഓർത്തോണ്ടിരിക്കുക. ഈ ചത്ത് കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞാലും ഇവരൊന്നും ആരും മറക്കത്തില്ല ഈ സംഭവം ഒന്നും. ഇത് തന്നെ ആയിരിക്കുമല്ലോ ഞങ്ങൾ ഈ എർത്ത് മൊത്തം നിന്റെ കാര്യത്തെ പറ്റിയായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വലുതാക്കുക മാക്സിമം. ഇന്നുണ്ടാക്കിയ കറിക്ക് ഉപ്പില്ല എന്നൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ വലുതാക്കുക. അങ്ങനെ വന്നിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക എല്ലാവരുടെ അടുത്തും. നമുക്ക് എല്ലാ സിറ്റുവേഷനിൽ നിന്നും നെഗറ്റീവ് കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചുമ്മാ ഇതാണ് നമ്മുടെ ജോലി. പിന്നെ ഇതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂട്ടുകൂടുക, പിന്നെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്.